പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന നരഹത്യ തുടരുന്നതിനിടെ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി നിരവധി താരങ്ങളാണ് രംഗത്തെത്തുന്നത്. റഫേൽ ഇസ്രായേൽ നടത്തിയ കൂട്ടക്കുരുതിക്കെതിരെ എല്ലാ കണ്ണുകളും റഫേലിലേക്ക് ദുൽഖർ സൽമാൻ അടക്കമുള്ള താരങ്ങൾ പോസ്റ്റ് പങ്കുവച്ചിരുന്നു. നടൻ ഷെയ്ൻ നിഗം പങ്കുവച്ച ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്. കഫിയൊക്കെ ധരിച്ച് സുഡാപ്പി ഫ്രം ഇന്ത്യ എന്ന ക്യാപ്ഷനോടെയാണ് ഷെയ്ൻ നിഗം പുതിയ സ്റ്റോറി പങ്കുവച്ചത്. ഈ സ്റ്റോറി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തു. മമ്മൂട്ടിക്ക് നേരെ അടക്കം സുഡാപ്പി എന്ന് വിളിച്ച് സൈബർ ആക്രമണം നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഷെയ്നിന്റെ പുതിയ പോസ്റ്റ്. ഷെയ്ൻ എല്ലായ്പ്പോഴും തന്റെ നിലപാടുകൾ ഉറച്ച് വിളിച്ചു പറയുന്ന ഒരാൾ കൂടിയാണ്. അതേസമയം ഇസ്രായേൽ നടത്തുന്ന കൂട്ടുകുരുതിക്കെതിരെ ലോകമെമ്പാടും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. നിരവധി ഇന്ത്യൻ സെലിബ്രിറ്റികളും റഫായ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഓൾ ഐസ് ഓൺ റഫ എന്ന ക്യാമ്പയിനിൽ അണിചേർന്നവരിൽ മലയാളത്തിലെയും ബോളിവുഡിലെയും നിരവധി പ്രമുഖരുമുണ്ട്. ഇൻസ്റ്റഗ്രാം സ്റ്റോറി ക്യാമ്പയിനിലാണ് താരങ്ങൾ പങ്കാളികളായത്. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി ദുൽഖർ സൽമാൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. റഫായിലെ ഇസ്രായേൽ അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് താരത്തിന്റെ ഐക്യദാർഢ്യം. എല്ലാ കണ്ണുകളും റഫായിലാണെന്ന തലവാചകത്തോടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ക്യാമ്പയിനിൽ പങ്കുചേരുകയായിരുന്നു ദുൽഖർ സൽമാൻ. ഇതിനു പിന്നാലെ ദുൽഖറിനെതിരെയും സുഡാപ്പി വിളിയുണ്ടായി. ഇതേ പോസ്റ്റ് ഷെയ്ൻ നിഗവും പങ്കുവച്ചിരുന്നു. പലസ്തീൻ ജനതയെ പിന്തുണച്ചുകൊണ്ട് നടി സാമന്ത റൂത്ത് പ്രഭു തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ഇസ്രായേലിന്റെ നടപടികളെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. റഫേൽ ഇസ്രായേൽ സൈനിക ആക്രമണം അവസാനിപ്പിക്കണമെന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് സമാന്ത ഒരു സ്റ്റോറി പങ്കുവച്ചത്. പലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബോളിവുഡിലെ നിരവധി പ്രമുഖ താരങ്ങൾ രംഗത്ത് വന്നിരുന്നു. ആലിയ ഭട്ട്, കരീന കപൂർ, വരുൺ ധവാൻ തുടങ്ങിയ താരങ്ങളൊക്കെയും ഇൻസ്റ്റഗ്രാം സ്റ്റോറികളിലൂടെയാണ് പിന്തുണ അറിയിച്ചത്. തൃപ്തി ദിംരി, മാധുരി ദീക്ഷിത്, ഫാത്തിമ സന ഷെയ്ഖ്, ദിയ മിർസ, സ്വര ഭാസ്കർ എന്നിവരാണ് ഐക്യദാർഢ്യവുമായി രംഗത്തെത്തിയ മറ്റ് ചില താരങ്ങൾ. ഇൻസ്റ്റഗ്രാമിൽ മാത്രം 24 മണിക്കൂറിനുള്ളിൽ 33 മില്യണിലധികം ആളുകളാണ് എല്ലാ കണ്ണുകളും റഫേലിലേക്ക് എന്ന ക്യാമ്പയിനിലൂടെ ചിത്രങ്ങൾ പങ്കുവച്ചത്. ഇതിന് പിന്നാലെ എക്സിൽ ബോയ്ക്കോട്ട് ബോളിവുഡ് ട്രെൻഡും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലെ ബോയ്ക്കോട്ട് ബോളിവുഡ് ട്രെൻഡിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചുകൊണ്ട് സംവിധായികയും നടിയുമായ പൂജ ഭട്ടും രംഗത്തെത്തി. താരങ്ങൾ കൂട്ടായി സംസാരിക്കുമ്പോൾ ഇൻഡസ്ട്രിയെ ആക്രമിക്കുകയാണെന്ന് പൂജ ഭട്ട് ആഞ്ഞടിച്ചു. ഇത് വീണ്ടും ആവർത്തിക്കുന്നു. പലസ്തീനിൽ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ കൂട്ടായി സംസാരിക്കുന്നതിന് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി നൽകുന്ന വിലയാണിത്. ബോയ്ക്കോട്ട് ബോളിവുഡ് ഹാഷ്ടാഗിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചുകൊണ്ട് തന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പൂജ ഭട്ട് കുറിച്ചു. എല്ലാ കണ്ണുകളും റഫായിലേക്ക് എന്ന ഹാഷ്ടാഗും പൂജ ഭട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പിന്നാലെ ഈ പോസ്റ്റിന് താഴെ പൂജയെ വിമർശിച്ചുകൊണ്ട് നിരവധി കമന്റുകളാണ് വന്നത്. തുടർന്ന് പൂജ ഭട്ട് ഈ പോസ്റ്റ് നീക്കം ചെയ്യുകയും പിന്നീട് കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം പൂജ വീണ്ടും ഈ പോസ്റ്റ് പങ്കുവെക്കുകയും കമന്റുകൾ പ്രവചിക്കാനാകുന്നതാണെന്ന അടിക്കുറിപ്പ് നൽകുകയും ചെയ്തു. നേരത്തെയും നിരവധി തവണ ബോയ്ക്കോട്ട് ബോളിവുഡ് ഹാഷ്ടാഗ് എക്സിൽ ട്രെൻഡിംഗ് ആയിട്ടുണ്ട്. മതവികാരങ്ങളെ വ്രണപ്പെടുത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് സമീപ വർഷങ്ങളിൽ പുറത്തിറങ്ങിയ നിരവധി സിനിമകൾക്കെതിരെ ഹിന്ദു സംഘടനകൾ ബോയ്ക്കോട്ട് പ്രതിഷേധം നടത്തിയിരുന്നു. ഇത്തരം പ്രവണതകൾ ചില പ്രത്യേക വിഷയങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ തങ്ങളെ പ്രേരിപ്പിക്കുകയാണെന്ന് സിനിമാ പ്രവർത്തകരും വെളിപ്പെടുത്തിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.